അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 കപ്പുമായിട്ട് അനുമോൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലെത്തിയ ഉടനെ അനുമോൾ ഓടിപ്പോയി അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അച്ഛനും മോളെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ ഹൗസിനകത്ത് അത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ വീട്ടിൽ പോയി എൻ്റെ അച്ഛനും അമ്മേനെയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനുമോൾ കാത്തിരുന്ന് ആ മൊമെൻ്റ് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിന് ഇരട്ടി മധുരം നൽകിക്കൊണ്ട് ബിഗ് ബോസ് കപ്പും അനുമോളുടെ കയ്യിലുണ്ട്. അപ്പോൾ അച്ഛൻ ബിഗ് ബോസ് കപ്പ് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അച്ഛൻ അനുമോളുടെ കാര്യത്തിൽ ഭയങ്കര പ്രൗഡാണെന്ന് അച്ഛൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അച്ഛൻ ഹാപ്പിയാണ്. അപ്പോൾ അനുമോളുടെ ചേട്ടനും ചേച്ചിയായിരുന്നു അനുമോളെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെന്നൈ എയർപോർട്ടിലും ട്രിവാൻഡ്രം എയർപോർട്ടിലൊക്കെ വൻ സ്വീകരണമായിരുന്നു അനുമോൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആരാധകരൊക്കെ ഭയങ്കര സന്തോഷത്തിൽ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ അനുമോൾ ഞെട്ടിക്കൊണ്ടാണ് വരുന്നത്. കാരണം അത്രയും ആളുകളായിരുന്നു അനുമോളെ സ്വീകരിക്കാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യാതൊരു ജാഡയും ഇല്ലാതെ കപ്പ് ഉയർത്തി പിടിച്ചുകൊണ്ടായിരുന്നു അനുമോൾ വന്നത്. പിന്നെ എല്ലാവർക്കും കപ്പ് ഉയർത്തിപ്പിടിച്ച് കാണിച്ചു കൊടുക്കുകയും ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുകയും കൈ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാലം ബിഗ് ബോസ് ഷോയിൽ അനുമോളെ സപ്പോർട്ട് ചെയ്ത മുഴുവൻ പ്രേക്ഷകർക്കുള്ള നന്ദിയും സ്നേഹവും അനുമോൾ അറിയിക്കുന്നുണ്ട്. അങ്ങനെ 100 ദിവസത്തെ ബിഗ് ബോസ് യാത്ര അവസാനിച്ചിരിക്കുകയാണ്. ഇനി അനുമോളുടെയും മറ്റ് കണ്ടസ്റ്റൻസിൻ്റെയും എല്ലാവരുടെയും എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ അറിയാം.